1980കളുടെ തുടക്കം മുതൽ 90കളുടെ അവസാനം വരെ ഏകദേശം 15 വർഷക്കാലം ജയചന്ദ്ര ശബ്ദത്തെ തൻ്റെ സംഗീതാകാശത്തിന് പുറത്തു നിർത്തി മലയാളികൾ. ഈ കാലയളവിൽ അദ്ദേഹം സംഗീതമാരിയായി പെയ്തിറങ്ങിയത് തമിഴിലും തെലുങ്കിലുമായിരുന്നു. ഇതിനിടയിലും ഇടയ്ക്ക് ചില എത്തിനോട്ടങ്ങൾ അദ്ദേഹം മലയാളത്തിൽ നടത്തി. അതിലൂടെ നമുക്ക് ലഭിച്ച മനോഹരമായൊരു ഗാനമാണ് അടുത്തതായി ഈ വേദിയിൽ 1996 പുറത്തിറങ്ങിയ ദേവരാഗം എന്ന ചിത്രത്തിലെ മനോഹരമായൊരു പ്രണയഗാനം ഈ വേദിയിൽ ആലപിക്കുവാനായി സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി സരിത രാജീവ്. സുദീപേട്ടൻ്റെ കൂടെ ഈ ഗാനം ആലപിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായികയും അതുപോലെ തന്നെ നിരവധി ആൽബംസിലൂടെയും സ്റ്റേജ് പ്രോഗ്രാംസിലൂടെയും നമുക്ക് സുപരിചിതയായ ശ്രീമതി സരിത രാജീവാണ്. നല്ലൊരു കയ്യടി നൽകാം നമുക്ക്. ശിശിരകാലമേഘമിതുരതിപരാഗമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത ശിശിരകാലമേഘമിതുരതിപരാഗമോ അതോ ദേവരാഗമോ ആദ്യരോമഹർഷവും അങ്കുലീയ പുഷ്പവും അനുഭൂതി പകരുന്ന മധുരം മദനഗാന പല്ലവി ഹൃദയ ജീവരഞ്ജിനി ഇതളിടുമീ നിമിഷങ്ങൾ ധന്യം ധന്യം കുളിരിൽ വികാരമോ അതോ ദേവരാഗമോ
വലിയുമീ ഹൃദയങ്ങളിൽ ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ അതോ ദേവരാഗമോ താങ്ക് യു. നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ ഈ പരിപാടി ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജനുവരി അവസാനം നടക്കേണ്ടതായിരുന്നു. അപ്പോൾ ജനുവരി 30 എന്നുള്ള ഡേറ്റ് തീരുമാനിച്ചപ്പോൾ അന്നിവിടെ പാടാൻ വേണ്ടി ഞങ്ങൾ വേറെ ഒരു വലിയ ലിസ്റ്റ് ഓഫ് സോങ്സ്, പ്രത്യേകിച്ച് ഈ വയോജനങ്ങളെ ഉദ്ദേശിച്ചുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ പഴയ പാട്ടുകളും പ്രത്യേകിച്ച് 2000 വരെ ഉള്ള കാലഘട്ടത്തിലെ ഏറ്റവും കേട്ട് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പാട്ടുകളും പിന്നീട് 2000-ന് ശേഷം ഞാൻ സിനിമയിൽ പാടിയ കുറച്ച് പാട്ടുകളും ചേർത്തൊരു ലിസ്റ്റാണ് ഉണ്ടാക്കിയത്. ഈ സാഹചര്യം മാറി പരിപാടി മാറ്റിവെച്ചു. ഇതിനിടയ്ക്ക് വീണ്ടും ജയേട്ടൻ്റെ നഷ്ടം കൂടെ വന്നപ്പോൾ ഈ പരിപാടിയുടെ എല്ലാം ആയ നട്ടലായിട്ടുള്ള മണക്കാട് രാമചന്ദ്രൻ ചേട്ടനാണ് ഇങ്ങനൊരു ഐഡിയ പറയുന്നത്. ജയേട്ടൻ്റെ പാട്ടുകൾ വെച്ച് നമുക്ക് അദ്ദേഹത്തിന് ഒരു സ്മരണാഞ്ജലി. ഒരുപക്ഷെ കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ ജയചന്ദ്ര സംഗീത സ്മരണാഞ്ജലി ആയിരിക്കാം ഇവിടെ നടക്കുന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. അതിന് അനുമതി നൽകിയതിന് കോർപ്പറേഷനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഈ പരിപാടിയുടെ അവസാനത്തേക്ക് കടക്കുന്ന സമയത്ത് മറ്റ് ചില പാട്ടുകളുടെ MT വാസുദേവൻ സാറുടെ സിനിമകളിൽ നിന്നുള്ള 2 പാട്ടുകളും പിന്നെ ഞാൻ പാടിയ 1-2 പുതിയ സിനിമ പാട്ടുകൾ കൂടി അവസാന ഭാഗത്തേക്ക് പാടും. അതുവരേക്കും ഇതൊരു സ്മരണാഞ്ജലിയായി മുന്നോട്ട് പോകും. ജയേട്ടൻ്റെ പാട്ടുകളിലൂടെ നമുക്ക് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കാം. താങ്ക് യു.